ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചക്ക വെച്ച് നല്ലൊരു ഫ്രൈഡ് റൈസാണ് കാണിക്കുന്നത്. ഇതിന് 1/2 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു ഇടിച്ചക്ക. ഈ ചക്ക വെട്ടുന്നതിന് മുമ്പ് കയ്യിലൊന്നും എണ്ണ തടവണേ, അല്ലെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. അതിനുശേഷം നമുക്കിത് വെട്ടിയെടുക്കാം. ഇത് ഇടിച്ചക്കയാണ്, ചെറിയ ചക്ക. ഇത് വെട്ടാൻ എളുപ്പമാണ് കേട്ടോ. ഇതൊന്ന് വെട്ടിയതിന് ശേഷം തേങ്ങയുടെ ചകിരി വെച്ച് നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. ഇതുപോലെ. അതിനുശേഷം നമുക്കിത് വെട്ടിയെടുക്കാം. ഇത് ചെറിയ ചക്കയായതുകൊണ്ട് വേഗം വെട്ടിയെടുക്കാം. വലിയ ചക്കയാണെങ്കിൽ കുറച്ച് വിഷമിക്കേണ്ടി വരും. ഇപ്പം നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആയിരിക്കും അല്ലേ. ഇവിടെ പക്ഷേ വരുന്നതേ ഉള്ളൂ. ഈ ചെറിയ ചക്കക്ക് തന്നെ 65 രൂപയാണ്. ഇതെല്ലാം തൊലി കളഞ്ഞ് വെട്ടിയെടുക്കണം. എനിക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞിട്ട് ഇനി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളായി വെട്ടിയെടുക്കണം. പണ്ടൊക്കെ ഒരു ചക്കപ്പുഴുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ഡിഷുകളാണ് ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നത്. ചക്ക അലുവ, ചക്ക അച്ചാർ, ചക്ക ചിപ്സ്, പിന്നെ പുട്ടുപൊടി, ദോശപ്പൊടി, അങ്ങനെ നിറയെ ഡിഷസ് ഉണ്ട്. ഇടിച്ചക്ക തോരനും പിന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. സ്റ്റൗ ഓണാക്കി പാത്രം വെച്ച് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 സ്പൂൺ മഞ്ഞളും ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് വേവട്ടെ. ഇത് ഫ്രൈഡ് റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസിനേക്കാളും നല്ല ടേസ്റ്റായത്. നോൺ വെജ് കഴിക്കാതെ കൂട്ടർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്കിത് മസാല പുരട്ടി വെക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യണേ. അതുമാത്രമല്ല സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തണേ. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒന്ന് ചൂടാക്കാനായി വെക്കാം. റൈസ് ഇത് ഞാൻ 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് റൈസ് ഇട്ട് നല്ലോണം ഇളക്കി മൂടി വെക്കാം. ഇനി ചക്ക നമ്മൾ ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിലേക്ക് 1 വലിയ സ്പൂൺ കോൺഫ്ലവർ പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ,
ചെറുനാരങ്ങ നീര്, കറിവേപ്പില, ഉപ്പ് എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ. അതൊക്കെ ചേർത്താൽ ഇത് ചക്കയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി റൈസ് ഒന്ന് വെന്തോ നോക്കാം. ഇപ്പോൾ റൈസ് നല്ലോണം വെന്തിട്ടുണ്ട്. അതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മീനെല്ലാം വറുക്കുന്ന മാതിരി വറുത്തെടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ചൂടായതിന് ശേഷം ഇതുപോലെ മീൻ വറുക്കുന്നത് മാതിരി വറുത്തെടുത്താൽ മതി. ഇത് വെന്തത് കൊണ്ട് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഇത് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ 65 ആക്കുന്നത് മാതിരി ആക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് തോരനാണ്. ഇത് മീൻ വറുത്തത് മാതിരി ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണല്ലേ. വെറുതെ വേസ്റ്റായി കളയുന്നതിനെക്കാട്ടും നല്ല ഇതുപോലെയുള്ള നല്ല നല്ല ഡിഷാക്കി നോക്കൂ. ഇപ്പം എല്ലാവർക്കും മടിയാണ്. ചക്ക വെട്ടിയെടുക്കാൻ തന്നെ പ്രയാസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പുഴുക്കും ചക്കത്തോരനും എല്ലാം. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം ചെറിയ സൈസിൽ വെട്ടിയെടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആക്കുമ്പോൾ ചിക്കൻ ചെറുങ്ങനെ വെട്ടിയെടുക്കുന്നില്ല, അതുപോലെ തന്നെ വെട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചേർത്താലും ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് കാണണേ. ഇനി ഇതുപോലെ ചെറുതായി വെട്ടിയെടുക്കണം. കാണുമ്പോൾ തന്നെ ചിക്കൻ മാതിരി ഉണ്ടല്ലേ. ഇത് ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ചിക്കൻ മാതിരിയേ ഉണ്ടാവും കാണാൻ. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വലിയ സ്പൂണ് നെയ്യ് ഒഴിക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ക്യാരറ്റ്, ഇത് 2 വലിയ ക്യാരറ്റ് ഉണ്ട് കേട്ടോ, അതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം പട്ടാണി 1 കപ്പ്, അതും നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് ഒന്നുകൂടി നല്ലോണം വഴറ്റും.
ഇത് അധികം വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി, വേവിച്ചെടുക്കണ്ട. ഫ്രൈഡ് റൈസിൽ ഇതങ്ങനെ ക്രഞ്ചി ആയിട്ട് കിടക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു വലിയ സ്പൂണ് പുതിന പൗഡർ. പുതിന പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് ഇല ഉണക്കി പൊടിച്ചാൽ മതി കേട്ടോ. ഇനി ചക്കയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് ഫ്രൈഡ് റൈസ് മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി റൈസ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം തന്നെ കണ്ടാൽ അറിയാലേ, കാണാൻ എന്ത് ഭംഗി. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടാം കേട്ടോ. ഞാനിതിൽ കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ആക്കാം. അങ്ങനെ രുചികരമായ ചക്ക ഫ്രൈഡ് റൈസ് റെഡിയായി. ഞാനിതിൽ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇടിച്ചക്ക വെച്ചുകൊണ്ട് നല്ലൊരു ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ് വരെ ഇതിൻ്റെ മുമ്പ് തോറ്റു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല സാലഡും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.